മാർഗത്തിലാകുന്നു. അവൻ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടി നടക്കുന്നവരാണിവർ. അത് വിജയത്തിൻ്റെയും രക്ഷയുടെയും വഴിയാണ്. അവർ തന്നെയാണ് വിജയികൾ. അവരുടെ രക്ഷിതാവ് മഹാകാരുണ്യവും കരുണാനിധിയുമാണവർ. മഹാകൃപക്കാരനായ ആ യജമാനൻ കാണിച്ചു കൊടുത്ത രക്ഷയുടെ വഴിയിലൂടെ സഞ്ചരിച്ചവരാണവർ. അതിനാൽ അവർ ജീവിത വിജയം നേടിയവരാകുന്നു. ആ വഴി സ്വീകരിക്കാത്തവർ മഹാനഷ്ടക്കാരമാകുന്നു. ഇന്നല്ലദീന കഫറൂ, നിശ്ചയമായും നിഷേധികളായിട്ടുള്ളവരാരോ, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും, അവരെ നീ താക്കീത് ചെയ്യലും താക്കീത് ചെയ്യാതിരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. എന്താണ് ഉപദേശിക്കുന്നതെന്ന് കേട്ട് മനസ്സിലാക്കാൻ തയ്യാറില്ലാതെ എനിക്ക് കേൾക്കുകയേ വേണ്ട എന്ന് ശഠിക്കുന്നവരും മനസ്സിലായാൽ തന്നെ സമ്മതിക്കാതെ ധിക്കരിക്കുന്നവരുമായ ആളുകൾക്ക് ഉപദേശം നൽകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാകും. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഉപദേഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം സമമല്ല എന്നറിയുക. ഉപദേശിച്ച് കടമ നിർവഹിച്ചു എന്നത് വളരെ കാര്യപ്പെട്ടതാണ്. അള്ളാഹു അവരുടെ മനസ്സുകൾക്കും കാതിനും മുദ്ര വച്ചു. അള്ളാഹു അവർക്ക് ഹൃദയവും കാതും കൊടുത്തു. കേട്ട് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. ഈ ഉപദേശത്തെ സംബന്ധിച്ച് അവരത് ഉപയോഗപ്പെടുത്തിയില്ല. കാത് കുട്ടിയടച്ചു, മനസ്സ് വെറുത്തു. അപ്പോൾ അള്ളാഹു അവരെ കൈവിടുകയും ശപിക്കുകയും ചെയ്തു. കേട്ട് മനസ്സിലാക്കാനും ചിന്തിക്കാനും തയ്യാറില്ലാത്ത നിഷേധികൾക്ക് കിട്ടേണ്ട തിരിച്ചടിയാണ്. അവരുടെ കണ്ണുകളുടെ മേൽ ഒരു മൂടിയുണ്ട്. അള്ളാഹു അവർക്ക് കാഴ്ച നൽകിയത് നേർമാർഗം കൈക്കൊള്ളുന്നതിൽ ഉപയോഗപ്പെടുത്താനാണ്. അതിലവർ വീഴ്ച വരുത്തിയപ്പോൾ വീഴ്ച അവർക്ക് ഉപകരിക്കാത്ത നിലയിലാക്കിക്കളഞ്ഞു. കാഴ്ച അവർക്ക് ഉപകരിക്കാത്ത നിലയിലാക്കിക്കളഞ്ഞു. വലഹും അദാബുൻ അദീം, അവർക്ക് ഭയങ്കര ശിക്ഷയുണ്ട്. മനസ്സ്, കാത്, കണ്ണ് എന്നിവ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ ശരിയായ നിലയിൽ അവർ ഉപയോഗപ്പെടുത്തിയില്ല. അതിനാൽ അവർ മഹാനന്ദി കേട്ടവരായി തീർന്നു, വലിയ ധിക്കാരികളും നിഷേധികളുമായി തീർന്നു. അതുകൊണ്ട് അവർക്ക് കഠിന ശിക്ഷയുണ്ട്.